ആർദ്ര തന്നെ കാണാൻ വന്നത് ഓർക്കുകയായിരുന്നു ദേവൻ. ലൂസ് ചുരിദാർ കണ്ടപ്പോഴേ തോന്നിയതാണൊരു സംശയം. പക്ഷേ ചോദിച്ചില്ല. നെഞ്ചോട് ചേർന്നപ്പോൾ അറിഞ്ഞിരുന്നു ജീവൻ്റെ തുടിപ്പ് അവളിൽ ഉണ്ടായിരുന്നു എന്ന്. മനസ്സ് നിറഞ്ഞു. സന്തോഷം തോന്നി. തൻ്റെ പ്രിയപ്പെട്ടവൾ, അവളിൽ തൻ്റെ ജീവനുണ്ടെന്ന്. കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ പറഞ്ഞത് ഇനിയൊരു കുഞ്ഞുണ്ടാകാനുള്ള ഒരു സാധ്യതയും തനിക്ക് കാണുന്നില്ല എന്ന്. പാർവതി അറിഞ്ഞാൽ സന്തോഷിക്കും. എല്ലാം അവളുടെ കുഞ്ഞിന് കിട്ടുമല്ലോ. പക്ഷേ ആർദ്രയിൽ തൻ്റെ ജീവനുണ്ടെന്നറിഞ്ഞാൽ അതിനെ നശിപ്പിക്കാനാണ് ആദ്യം ശ്രമിക്കുക. അത് വേണ്ട എന്തായാലും. ഇങ്ങനെ പൊക്കോട്ടെ കാര്യങ്ങൾ. എന്തായാലും തനിക്കിനി കുഞ്ഞു വേണ്ട. ഒരെണ്ണം ദൈവം സഹായിച്ചുണ്ടല്ലോ, അത് മതി. ബാക്കിയൊക്കെ ഒന്ന് എഴുന്നേറ്റ് നടന്നിട്ട്. അവൻ സമാധാനത്തോടെ സന്തോഷത്തോടെ കിടന്നു. കൂടിയാൽ 2 മാസം കൂടെ. അത് കഴിഞ്ഞാൽ തനിക്ക് പോകാം തൻ്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. പിറ്റേന്ന് നേരം വെളുക്കും മുന്നേ എഡ്വിൻ അവിടെ നിന്ന് പോയിരുന്നു. ചെറുക്കന് ഇവളെ കാണാതെ ജീവിക്കാൻ പറ്റില്ല എന്നായിട്ടുണ്ട് ഇപ്പോൾ. അപർണ അതിയെ പതിയെ ചിരിച്ചു. എന്തോ തനിക്കും തിരിച്ചും അങ്ങനെയാണെന്ന് പറയാൻ തോന്നിയതാണ്, പക്ഷേ പറഞ്ഞില്ല. അപ്പോൾ ചേച്ചി ഡെലിവറി കഴിഞ്ഞ് ഇവിടെയാണോ അതോ അവിടെയാണോ നിൽക്കുക? എവിടെ നിൽക്കണം ആദി? നീ പറഞ്ഞേ. ഇവിടെ നിന്നാൽ മതി. ആണല്ലേ? നീ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് എൻ്റെ ആദിക്കുട്ട, ഞാൻ അവിടെ സാറിൻ്റെ അടുത്തേ നിൽക്കൂ. കണ്ടോ അമ്മേ, ചേച്ചി പറ്റിക്കുന്നു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കും പിള്ളേരെ. ആദ്യം അമ്മയും കുഞ്ഞും ഒരു ആപത്തുമില്ലാതെ ഇങ്ങ് വരട്ടെ. അല്ല അപ്പോ, ആ കുട്ടിക്ക് ഡോക്ടറെ കാണേണ്ട ഡേറ്റ് ആയില്ലേ? അത് സാറ് കൊണ്ടുപോക്കോളും. അവളെ കുഞ്ഞിൻ്റെ കൂടെ പറഞ്ഞയക്കുന്നത് എനിക്കിഷ്ടപ്പെടുന്നില്ല. അങ്ങനെയൊന്നും പറയാതമ്മേ. അമ്മ കരുതും പോലെ ഒരാളല്ല ആർദ്ര. അത്രയ്ക്ക് നല്ല കുട്ടിയാണ്. അവർ അതിന് മറുപടി പറഞ്ഞില്ല. എന്തോ അവളുടെ ഫ്ലാഷ് ബാക്ക് തന്നിൽ തന്നെ ഇരിക്കട്ടെ എന്ന് അപർണയും കരുതി. ഡോക്ടറുടെ മുന്നിലിരിക്കുമ്പോൾ അവൾക്ക് നല്ല ഭയമുണ്ടായിരുന്നു. ആർദ്ര ഒക്കെയല്ലേ, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അവൾ ചിരിച്ചു. നല്ല സന്തോഷമായിട്ടിരിക്കെ. ഡേറ്റ് തരാം. 2 ദിവസം മുന്നേ അഡ്മിറ്റ് ആവണം. അഥവാ അതിനു മുന്നേ എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ട് എങ്കിൽ നേരത്തെ പോന്നു. ശരി ഡോക്ടർ. അവിടെ നിന്ന് പോരുമ്പോൾ എങ്ങനെയെങ്കിലും ഡേറ്റ് കിട്ടിയ കാര്യം ജയദേവനെ അറിയിക്കണമെന്നേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ദേവനെ വിളിക്കാറുണ്ടല്ലേ? നന്നായിടോ. അതെങ്കിലും ഉണ്ടല്ലോ. പാവമാണ് സാർ. എനിക്കറിയാടോ. അപ്പു വരില്ലേ അപ്പോഴേക്കും? നാളെ പോയി കൊണ്ടുവരണം. അത് മതി. തനിച്ചാകുമ്പോൾ എന്തോ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് എനിക്ക്. ആർദ്ര പറഞ്ഞിട്ട് പതിയെ ചിരിച്ചു. എന്തോ ആ പറഞ്ഞത് വളരെ നിസ്സാരമായി മാത്രമേ അവൻ കണ്ടുള്ളൂ എങ്കിലും അപർണയെ വേഗം കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിട്ടു. അപ്പോഴും എന്തായിരിക്കും ആ ഭയം എന്ന് അവൻ തെല്ലൊന്ന് ചിന്തിച്ചു. തൻ്റെ അപ്പു, അവളും ഭയക്കുന്നുണ്ടാകുമോ ഇതുപോലെ? എഡ്വിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയാണ് അപർണ. ആർദ്രയ്ക്ക് സന്തോഷമായോ താൻ വന്നിട്ട്? പാവം, നല്ല പേടിയുണ്ട് അവൾക്ക്. നിനക്കോ? എനിക്കും. എന്താ ഈ പേടി? അതോ ഡെലിവറി അല്ലേ, പെട്ടെന്നങ്ങ് മരിച്ചു പോകുമോ എന്ന്, കുഞ്ഞിനൊപ്പം ജീവിക്കാൻ കഴിയില്ലേ എന്നൊക്കെ. എല്ലാവർക്കും ഉള്ളതാണ്. എനിക്കും. എൻ്റെ അപ്പു പേടിക്കുന്നത് എന്തിനാ? ഞാനില്ലേ നിനക്ക്? ഉണ്ടോ? പിന്നെ നിന്നെ വിട്ടൊരു ജീവിതമുണ്ടോ എനിക്ക്? ഉവ്വ. അങ്ങനെ എങ്ങാനും ഞാൻ മരിച്ചു പോയാൽ കുഞ്ഞിനെ നോക്കാൻ എന്ന പേരും പറഞ്ഞ് 1 മാസം തികയും മുന്നേ വേറെ പെണ്ണ് കെട്ടുമെന്ന് എനിക്കറിയാം. അവനൊന്ന് പതറിപ്പോയിരുന്നു. അപ്പു. തീർത്തും നിസ്സഹായനായവൻ്റെ വിളി. അങ്ങനെയാണോ നീ എന്നെ കരുതിയിരിക്കുന്നേ? അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷമാണ് അപർണയ്ക്ക് തോന്നിയത്. അങ്ങനെ സംഭവിക്കില്ല. അഥവാ അതാണ് എൻ്റെ വിധിയെങ്കിൽ എൻ്റെ അപ്പുവിൻ്റെ സ്ഥാനത്ത് മറ്റൊരാൾ വരില്ല ഒരിക്കലും. ഈ ജീവിതം മുഴുവൻ നീയെന്ന ഒഴിവ് അങ്ങനെ കിടക്കും. ഉറപ്പാ? അവൾ അവൻ്റെ നെഞ്ചോട് ഒന്നുകൂടെ ചേർന്നു. എന്നെ ശരിക്കും ഇഷ്ടാ? ഒത്തിരി ഒത്തിരി. ജീവനേക്കാൾ. മതി. ഇനി മരിച്ചാൽ പോലും സങ്കടമുണ്ടാകില്ല എനിക്ക്. അങ്ങനെയൊന്നും പറയല്ലേ അപ്പു. നമ്മളെപ്പോഴും ഒന്നിച്ച്. അത് മതി കേട്ടോ. തമാശയ്ക്ക് പോലും അങ്ങനെ പറയണ്ട. അവൾ ചിരിയോടെ അവൻ്റെ കവളിൽ ചുണ്ടുകൾ ചേർത്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സംസാരിച്ചു കൊണ്ടിരിക്കെ ആർദ്രയ്ക്ക് വേദന വന്നത്. എന്താ ആർദ്ര? എടാ, എനിക്ക് വേദന എടുക്കുന്നു. അപർണ പരിഭ്രമിച്ചു പോയിരുന്നു. വയറിൻ്റെ 2 സൈഡിലും കൈവച്ച് കണ്ണുകൾ നിറഞ്ഞു നിൽക്കുന്ന അവളെ കണ്ട് അപർണ പതറിപ്പോയിരുന്നു. ഭയന്നു പോയിരുന്നു. ചേച്ചി, വാതിലടച്ചിറങ്ങിക്കോ. വരുന്നു കുഞ്ഞേ. ശാരദേച്ചി ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നേ തയ്യാറാക്കി വെച്ചിരുന്ന ബാഗ് എടുത്ത് വാതിലടച്ചിറങ്ങി.
വണ്ടിയിൽ കയറാൻ പറ്റുമോ ആർദ്രയ്ക്ക്? കയറാം സാർ. അവൾ പതിയെ വണ്ടിയിൽ കയറി. അപ്പു മുന്നിലിരുന്നു. അവൾ പേടിയോടെ മുന്നിലേക്ക് കയറിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞു നോക്കിയിരുന്നു. ഹോസ്പിറ്റൽ എത്തിയ പാടെ ലേബർ റൂമിലേക്ക്. 10 മിനിറ്റിനുള്ളിൽ ടർക്കിയിൽ പൊതിഞ്ഞൊരു പെൺകുഞ്ഞിനെ കൊണ്ടുവന്നു. അതുവരെ ഭയത്തോടെ നോക്കി നിന്ന അപർണയ്ക്ക് അപ്പോഴാണ് സമാധാനമായത് തന്നെ. ഇത്രയേ ഉള്ളൂ കാര്യം. ഇത്രമാത്രം. വെറുതെ പേടിച്ചെന്ന് തോന്നി. ഡെലിവറി കഴിഞ്ഞ റൂമിലേക്ക് മാറ്റിയ ഉടനെ ജയദേവനെ ഫോണിൽ വിളിച്ചു അവൾ. പെൺകുഞ്ഞാ ജയ്? ആണോ? കാണട്ടെ. പൂ പോലൊരു പെൺകുഞ്ഞ്. ജയുടെ പോലെ തന്നെ ഉണ്ടല്ലേ? അത് ശരിയാണെന്ന് അവനും തോന്നിയിരുന്നു. എന്താ മോൾക്ക് പേരിടേണ്ടേ? വർഷ. മഴപ്പെണ്ണ്. മഴ എന്ന് നമുക്ക് വിളിക്കാം. ഇനി വിളിക്കണ്ട ആർദ്ര. അതെന്താ? ഇനി വിളിച്ചാൽ കാണാനുള്ള എൻ്റെ കൊതി കുറയും. 1 മാസം കഴിഞ്ഞാൽ ഞാൻ വരുന്നുണ്ട്, നിന്നെയും നമ്മുടെ മോളെയും കൊണ്ടുവരാൻ. ആണോ? സത്യാണോ ജയ്? ആടാ. പക്ഷേ അതുവരെ വിളിക്കണ്ട. ശരി, വിളിക്കുന്നില്ല. സന്തോഷമായിട്ടിരിക്കൂ. ഇനി ഒരിക്കൽ കൂടെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ വിട്ട് കളയില്ല ഞാൻ, കേട്ടോ? ഉമ്മ വെച്ചോ. അവൾ സമാധാനത്തോടെ ഫോൺ വെച്ചു. അപർണ, പേടിയൊക്കെ മാറിയോ? ഇത്രയേ ഉള്ളൂ കാര്യമല്ലേ? പിന്നല്ലാതെ. പക്ഷേ ഞാനും പേടിച്ചു പോയിരുന്നു എന്ന് മാത്രം. അവൾ ചിരിച്ചു. എന്നാ ഡിസ്ചാർജ്? നാളെ പോവാന്ന് തോന്നുന്നു. മതി. ഇനി വീട്ടിൽ പോയാൽ നല്ല രസമായിരിക്കും. നിന്റെ വാവ കൂടി വന്നാൽ സമാധാനമാകും. അവൾ ചിരിയോടെ ആർദ്രയുടെ നെറ്റിയിൽ ഉമ്മ വെച്ചു. കുറച്ച് ദിവസമായി ആർദ്ര മൂഡ് ഓഫ് ആണ്. ആർദ്ര, താൻ ചായ കുടിച്ചില്ലല്ലോ? ആ വരുന്നു അപ്പു. അവൾ പതിയെ കസാരയിലിരുന്നു. എന്തേ ഒരു മൂഡ് ഓഫ്? ഏയ് പറയൂടാ, കാര്യം കേൾക്കട്ടെ. ഒന്നല്ല അപ്പു. വേണ്ട വേണ്ട, അത്രയ്ക്ക് അടുപ്പമില്ല എന്ന് മനസ്സിലായി. അതല്ലേ എന്നോട് പറയാത്തേ? അത് പിന്നെ ഒന്ന് പറ. അവൾ അക്ഷമയോടെ ആർദ്രയ്ക്ക് മുന്നിലിരുന്നു. ഡെലിവറി കഴിഞ്ഞ് വിളിച്ചതാണ് ജയദേവൻ. ഇനി വിളിക്കണ്ട, നേരിട്ട് വരാമെന്ന് പറഞ്ഞതാണ്. അങ്ങനെയാണ് ഫോണ് കട്ട് ചെയ്തത്. കുട്ടിക്കിടാനുള്ള പേരും പറഞ്ഞു വെച്ചു. ഇതിപ്പോൾ അവൻ വിളിക്കുന്ന കാര്യം അപർണയോട് പറഞ്ഞിട്ടില്ല. അപർണ എന്നൊരാൾ ഇവിടെ ഉണ്ടെന്നും താനും പറഞ്ഞിട്ടില്ല. തൽക്കാലം അത് പറയേണ്ട കാര്യമില്ല എന്ന് തോന്നി. പറയുന്നുണ്ടോ ആർദ്ര? അവളുടെ ശബ്ദം മുഴങ്ങിയപ്പോൾ ആർദ്ര ചിന്തകളിൽ നിന്ന് ഉണർന്നു. അത് മോൾക്ക് 28 ആകാനായി. മറ്റന്നാളാണ്. എനിക്ക് ചരട് കെട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. അവൾക്ക് വേണ്ടി ഒരു ചടങ്ങും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത്രയുള്ളൂ. നാളെ തന്നെ ഇച്ചായനോട് പറ. എന്നിട്ട് മറ്റന്നാൾ 2 കൂടെ പോയിട്ട് വാ. പക്ഷേ നീ തനിച്ചാവില്ലേ ഇവിടെ? ഏയ്, ശാരദേച്ചി ഉണ്ടല്ലോ. പിന്നെ സെക്യൂരിറ്റിയും ഉണ്ടാകും പുറത്ത്. പിന്നെന്താ? എന്നാലും ഡാ. അവൾ അപ്പോൾ തന്നെ ഫോൺ എടുത്ത് എഡ്വിനെ വിളിച്ചു. പതിവില്ലാതെ കോള് കണ്ട് അവൻ പേടിക്കുകയും ചെയ്തു. കാര്യമറിഞ്ഞപ്പോഴാണ് അവന് സമാധാനമായത്. അത്രയുള്ളൂ. അത് ഞാൻ വന്നിട്ട് പറഞ്ഞാൽ പോരെ അപ്പു? പേടിച്ചു പോയല്ലോ ഞാൻ. എന്തേലും പ്രോഗ്രാം ഉണ്ടേൽ മാറ്റി വെക്കേണ്ട ഇച്ചായ, അതല്ലേ? ആ ശരി. നിന്റെ അമ്മയോട് കൂടെ വരാൻ പറ്റുമോ എന്നൊന്ന് ചോദിക്ക്. അവൾക്ക് ആരെങ്കിലും വേണ്ടേ? ചോദിക്കാം. അതിനേക്കാൾ നല്ലത് അമ്മയെ ഇവിടെ നിർത്തിയിട്ട് ശാരദേച്ചിയെ കൂടെ കൂട്ടി പോകുന്നതാണ്. എന്നാൽ അങ്ങനെ ചെയ്യാം. എന്നാൽ ഞാൻ അവളോട് പറയട്ടെ. ഫോൺ വെച്ച് തിരിഞ്ഞപ്പോൾ ആർദ്ര അവളെ തന്നെ നോക്കിയിരിപ്പുണ്ടായിരുന്നു. മറ്റന്നാൾ പോകാം ഡാ. അമ്മയെ നിന്നോടൊപ്പം വിട്ടാൽ ശരിയാവില്ല. അമ്മയെ ഇവിടെ നിർത്താം. ശാരദേച്ചി വരും. അതുപോരെ? അവളുടെ മുഖം വിടർന്നു. അമ്മയില്ലാത്ത കുറവ് തന്നെ അറിയിക്കാതെയാണ് ചേച്ചി നോക്കുന്നത്. ചേച്ചി, അപ്പോൾ നമുക്ക് മറ്റന്നാൾ പോകാം കേട്ടോ. ചേച്ചി വരില്ലേ എനിക്കൊപ്പം? വരാം കുഞ്ഞെ. അവർ സന്തോഷത്തോടെ തലയാട്ടി. ആർദ്രയും കുഞ്ഞും ഇറങ്ങിയതിന് ശേഷമാണ് മറ്റൊരു വണ്ടി വന്നു നിന്നത്. അതിൽ നിന്ന് പള്ളിയിലെ അച്ഛൻ ഇറങ്ങിയപ്പോൾ സംശയത്തോടെ വന്ന സെക്യൂരിറ്റി അങ്ങനെ തന്നെ നിന്നു. അപർണ അയാളെ കണ്ട് ഒന്ന് അന്തം വിട്ടു. ഇന്ന് വരെ അങ്ങനെ ഒരാൾ വന്നിട്ടില്ല ഈ വീട്ടിൽ. വരൂ ഫാദർ. അവളെ നോക്കി പുഞ്ചിരിച്ചു അയാൾ അകത്തേക്ക് കയറി. അമ്മ, കുടിക്കാനൊരു ചായ എടുക്കാമോ? ഇപ്പോൾ എടുക്കാം അപ്പോ, അവർ അകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു. ഫാദർ ഇരിക്കെ. അയാൾ ഇരുന്നിട്ട് ചുറ്റുമൊന്ന് നോക്കി. അവരൊക്കെ? കുഞ്ഞിന് നൂല് കെട്ടാൻ അമ്പലത്തിൽ പോയി. നന്നായി. ഞാൻ വന്നത് അപർണയോട് കുറച്ച് കാര്യങ്ങൾ പറയാനാണ്. എന്താ ഫാദർ? അവൾ സംശയത്തോടെ അയാളെ നോക്കി. ഞാൻ വിഹാനാണ്. ഇങ്ങോട്ട് വരാൻ ഈ വേഷം കെട്ടി എന്നേ ഉള്ളൂ. അവൾ ഞെട്ടി. ഭയത്തോടെ ഫോൺ കയ്യിലെടുത്തു. വേണ്ട, ഞാനൊന്നും ചെയ്യാൻ വന്നതല്ല. കുറച്ച് സംസാരിക്കാനാണ്. അവൻ അവളുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി താഴേക്ക് വെച്ചു.
എന്താ എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? അതായത് അപർണ, നിങ്ങൾ ഈ ജീവിതത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ചതിയൻ്റെ കൂടെയാണ് ഇപ്പോൾ ജീവിക്കുന്നത്. എന്ത്? അതേടോ, ആർദ്രയെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് പോലും പ്രതികാരം ചെയ്യാനാണ്. കള്ളം, പച്ചക്കള്ളം. കള്ളം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ എന്നും നോക്കണ്ട. താൻ വിശ്വസിക്കണ്ട. തെളിവ് തന്നാലോ? പക്ഷേ എന്തിനെന്ന് ചോദിച്ചാൽ എഡ്വിൻ ആദ്യമായി പ്രണയിച്ച കുട്ടിയാണ് ഇപ്പോൾ ജയദേവൻ്റെ ഭാര്യ പാർവതി. അവളൊന്ന് ഞെട്ടി, ശക്തമായി തന്നെ ഞെട്ടി. കള്ളം, കള്ളമല്ല കുട്ടി. ഇതാണ് അവരുടെ ഫോട്ടോ. എഡ്വിൻ ഒരു പെൺകുട്ടിക്കൊപ്പം നിൽക്കുന്ന ഫോട്ടോ കാണെ അവൾക്ക് തല കറങ്ങുന്ന പോലെ തോന്നി. ഇതൊക്കെ കഴിഞ്ഞുപോയ ബന്ധങ്ങളാണ് വിഹാൻ. ആയിരിക്കും, അങ്ങനെയാണല്ലോ അവൻ നിങ്ങളെ വിശ്വസിപ്പിച്ചത്. നോക്കൂ, അവളുടെ വയറ്റിലുള്ള കുഞ്ഞും നിന്റെ എഡ്വിൻ്റെ തന്നെയാണ്. അപർണ മറുപടി നൽകിയില്ല. അവളുടെ ഇരിപ്പ് കണ്ട് അവനൊന്ന് ഊറി ചിരിച്ചു. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ഇതൊന്ന് പറയാൻ വേണ്ടി മാത്രമാണ് വന്നത്. ഞാനിത് വിശ്വസിച്ചു എന്ന് കരുതണ്ട. വേണ്ട, കാലം കുറേയായി അടഞ്ഞു കിടക്കുന്ന മുറിയുണ്ടല്ലോ ഇവിടെ. ചെല്ല്, അതൊന്ന് തുറന്നു നോക്ക്. ഇപ്പോഴും കാണാം അവൻ സൂക്ഷിച്ചു വെച്ച അവൻ്റെ പ്രണയത്തിൻ്റെ ഓർമ്മ. അയാൾ ഇറങ്ങിയപ്പോൾ അപർണ പതിയെ സ്റ്റെപ്പ് കയറി മുകളിലെത്തി. പലപ്പോഴായി അടച്ചിട്ട ആ മുറിക്ക് മുന്നിൽ നിന്നു. പിന്നെ താക്കോൽ ഉപയോഗിച്ച് തള്ളി തുറന്നു. പഴയ കുറേ ഫയലുകളും കടലാസുകളും വലിച്ചു വാരിയിട്ടു. അതിനിടയിൽ നിന്ന് കിട്ടിയിരുന്നു വിഹാൻ ഇപ്പോൾ കാണിച്ചു തന്ന പെൺകുട്ടിയും അവളോട് ചേർന്ന് നിൽക്കുന്ന എഡ്വിനും. മറ്റൊന്നും ചിന്തിക്കാൻ പോലുമുള്ള മാനസികാവസ്ഥ അവൾക്ക് അപ്പോൾ ഉണ്ടായിരുന്നില്ല. വിവേകം പൂർണ്ണമായും വികാരം കീഴ്പ്പെടുത്തിയിരുന്നു. അവൾ ആ ഫോട്ടോ വലിച്ചെറിഞ്ഞു. ചതിയനാണ് നീ, ചതിയൻ. പറഞ്ഞതല്ലേ ഞാനല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാകരുത് എന്ന്. എന്നിട്ട് എല്ലാം മുന്നേ പ്ലാൻ ചെയ്തതാണല്ലേ. ആർദ്ര ഇതൊക്കെ അറിഞ്ഞാൽ എന്താകും? അവളും വേദനിക്കില്ലേ? വയ്യ, ഇനി ഈ മുറിയിൽ നിൽക്കാൻ വയ്യ. വാതിൽ വലിച്ചടച്ച് അവൾ താഴേക്കിറങ്ങി. കണ്ണുകൾ നിറഞ്ഞ് പുറത്തേക്ക് കാണുന്നത് പോലുമില്ല. ഈ മുറിയിൽ എന്നല്ല, ഈ ഭൂമിയിൽ പോലും ജീവനോടെ നിൽക്കണമെന്ന് അവൾ ആഗ്രഹിച്ചില്ല. സ്റ്റെപ്പ് ഇറങ്ങാൻ നിൽക്കുന്നേരം അമ്മ താഴെ നിൽക്കുന്നത് കണ്ടു. എന്താ അപ്പു അവിടെ? ഒന്നുമില്ല അമ്മ. ശ്രദ്ധിച്ചിറങ്ങുക അപ്പു. ഒന്ന് മൂളിയിട്ട് പടികൾ ഇറങ്ങി. കാലൊന്ന് ഇടറിപ്പോയി. സ്റ്റെപ്പിൽ നിന്ന് അവൾ അങ്ങനെ താഴേക്ക് വീണു. ഒരു വണ്ടി വന്ന് നിന്നപ്പോൾ എല്ലാവർക്കുമൊപ്പം പാർവതിയും തല എത്തിച്ചു നോക്കി. ദേവേട്ടൻ വരാമെന്ന് പറഞ്ഞ ദിവസമാണ് ഇന്ന്. കാറിൽ നിന്ന് ഇറങ്ങി തനിയെ നടന്ന് വരുന്നവനെ കണ്ട് അവളുടെ മനസ്സ് നിറഞ്ഞു. എന്തൊരു ഭംഗിയാണ് ഈ മനുഷ്യന്. എന്തൊക്കെ പറഞ്ഞാലും അവനെ വിട്ടുകളഞ്ഞുകൊണ്ടൊരു ഭാവി തനിക്ക് വേണ്ട. അങ്ങനെ വന്നാൽ ഈ കുഞ്ഞ് ദേവൻ്റെ അല്ല എന്ന് ഞാൻ പറയേണ്ടി വരും. അച്ചമ്മ എഴുതി വച്ച സ്വത്തുക്കൾ അത്രയും തിരികെ വാങ്ങിക്കും. പിന്നെ ഈ സ്നേഹം, ഇതെല്ലാം ദേവൻ്റെ കുഞ്ഞിനോട് അവർക്കുള്ള സ്നേഹം ഒന്ന് മാത്രമാണ്. അത് നഷ്ടപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല. അച്ചമ്മേ! ആദ്യം അവരെയാണ് അവൻ കെട്ടിപ്പിടിച്ചത്. ദേ നോക്ക്, അടുത്ത ആഴ്ച മോളുടെ ഡെലിവറിയാണ്. കുഞ്ഞിനെ കൈനീട്ടി വാങ്ങാൻ നീ കൂടെ ഉണ്ടായെങ്കിൽ എന്ന് ആഗ്രഹിച്ചതാണ് അച്ചമ്മ. അതിന് അവനൊന്ന് ചിരിക്കുക മാത്രം ചെയ്തു. എവിടെ എൻ്റെ ഭാര്യ? ഒന്ന് കാണട്ടെ. അവൻ അവൾക്കരികിലേക്ക് നടന്നപ്പോൾ എല്ലാവരും ഒന്ന് മാറിക്കൊടുത്തു. എന്താണ്, സുഖമല്ലേ പാർവതി? അതെ ദേവേട്ടാ. ഏട്ടനോ? ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ വാക്ക് ഓർമ്മയുണ്ടോ നിനക്ക്? ഉണ്ട് ദേവേട്ടാ. ആർദ്ര തിരികെ എത്തുമ്പോൾ തടസ്സമായി ഞാൻ ഉണ്ടാകാൻ പാടില്ല എന്നല്ലേ? അപ്പോൾ ഓർമ്മയുണ്ട്. എന്താ ദേവേട്ടാ? ഞാൻ അടുത്ത ആഴ്ച പോവാണ്. ആർദ്ര എവിടെയുണ്ടെന്ന് എനിക്കറിയാം. അവളെ കാണണം, കൂട്ടിക്കൊണ്ടുവരണം. പക്ഷേ വരുമ്പോൾ ധൈര്യമായി വന്നോ ഏട്ടാ. ഒരു തടസ്സമായി ഞാൻ ഉണ്ടാകില്ല. വാക്ക്. അത് മതി. അവനൊന്ന് എഴുന്നേറ്റ് സ്വന്തം റൂമിലേക്ക് നടന്നു. അപ്പോഴേക്കും പാർവതിയുടെ മുഖം മാറിയിരുന്നു. ദൈവമേ, ഒരിക്കലും ആർദ്രയെ കണ്ട് കിട്ടല്ലേ എന്ന് അവൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. എല്ലാം ഈ അവസാന നിമിഷം നഷ്ടപ്പെടുത്താൻ അവൾ തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം. അതിനുവേണ്ടി എന്ത് ചെയ്യാനും അവൾ ഒരുക്കമായിരുന്നു. വേണമെങ്കിൽ ആർദ്രയെ കൊല്ലാൻ പോലും. മുകളിലെത്തിയ ദേവൻ മുറി തുറന്ന് അകത്തേക്ക് കയറി. ആർദ്ര ഈ മുറിയിൽ വെച്ച് തൻ്റേതായത് ഓർമ്മ വന്നു. അതിൻ്റെ തുടിപ്പ് അവളുടെ വയറ്റിൽ നാമ്പിട്ടത്. വയ്യ, അവളില്ലാതെ ഇനി വയ്യ. എന്തേലും പറഞ്ഞു മുങ്ങണം. പാർവതിയുടെ കുഞ്ഞിനെ ഏറ്റുവാങ്ങേണ്ട ഗതികേടൊന്നും തനിക്കില്ല. എന്തായാലും തൻ്റെ കുഞ്ഞ്, തൻ്റെ ആർദ്ര, അവരുമായി ഒരു ലൈഫ്. വേറെ ഒന്നും വേണ്ട ഈ ജന്മം. അവൻ ബെഡിൽ നീണ്ടു നിവർന്ന് കിടന്നു. എഡ്വിൻ ചാടി എഴുന്നേറ്റു. എന്താ സാർ? ആർദ്ര, പെട്ടെന്ന് വാ. എന്താ സാർ? എടോ, അപർണ സ്റ്റെപ്പിന്ന് താഴേക്ക് വീണു എന്ന്.
അവൾ കുഞ്ഞിനെ വാരിയെടുത്ത് എഴുന്നേറ്റിരുന്നു. അതെ, ശ്രീയാണ് വിളിച്ചേ, വേഗം ചെല്ലാൻ, ഹോസ്പിറ്റലുണ്ട്. വാ സാർ, വേഗം പോവാം. ചേച്ചി വാ. വണ്ടിയിൽ കയറി ഇരുന്ന് കഴിഞ്ഞിരുന്നു അവരും ഒപ്പം കയറി. കാറ് പറക്കുകയാണോ എന്ന് തോന്നിപ്പോയി, അത്രയ്ക്കുണ്ടായിരുന്നു സ്പീഡ്. അവൻ വേഗം മുകളിലേക്കോടി. അവിടെ അവളുടെ അമ്മ നിൽക്കുന്നത് കണ്ടു. അമ്മ, എന്താ എന്താ ഉണ്ടായ? അറിയില്ല കുഞ്ഞേ, ഒരു അച്ഛൻ വന്നിരുന്നു. മോളോട് എന്തൊക്കെയാ സംസാരിക്കുന്നത് കണ്ടു. ഞാൻ ചായ എടുത്ത് വന്നപ്പോഴേക്കും അയാൾ പോയി കഴിഞ്ഞിരുന്നു. മോളെ നോക്കിയിട്ട് കാണാനുമില്ല. എന്തോ വീഴുന്ന ശബ്ദം കേട്ടാണ് ഞാൻ മുകളിലേക്ക് നോക്കിയത്. അപ്പോഴേക്കും അപർണ. എൻ്റെ കുട്ടിക്ക് പടിയിറങ്ങാൻ പോലും കഴിഞ്ഞില്ല കുഞ്ഞെ. അപ്പോഴേക്കും കാലിടറി വീണു. പുറത്തുനിന്ന് സെക്യൂരിറ്റിയാണ് ഓടി വന്ന് ഹോസ്പിറ്റലിൽ എത്തിച്ചത്. വരുമ്പോൾ തന്നെ ഞാൻ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. നന്നായി. പക്ഷേ അവൾ എന്തിനാ മുകളിലേക്ക് കയറിപ്പോയത്? അതറിയില്ല കുഞ്ഞെ. അവൻ ഭയത്തോടെ ലേബർ റൂമിലേക്ക് നോക്കി. ഡോക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് കാണാം. അപർണയുടെ ആരാ ഉള്ളത്? എമർജൻസി സിസേറിയനാണ്, സൈൻ വേണം. ഒന്ന് ഭയന്നു എങ്കിലും എഡ്വിൻ ഒപ്പിട്ട് നൽകി. അവളുടെ ഭർത്താവെന്ന നിലയിൽ ആദ്യത്തെ ഒപ്പ്. 10 മിനിറ്റ് കഴിഞ്ഞ് ഒരു കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു. ആൺകുട്ടിയാണ്. സിസ്റ്റർ അപർണ. ഒന്നും പറയാനായിട്ടില്ല. ആൾക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് നന്നായിട്ടുണ്ട്. കുഞ്ഞിനെ പോലും കിട്ടുമെന്ന് കരുതിയതല്ല. അവൻ ഭയന്നു, സത്യമായും ഭയന്നു. ആർദ്രയുടെ കുഞ്ഞിനെ 28 തികഞ്ഞ ദിവസമാണ്. അപർണയുടെ അമ്മയെ അരികെ നിർത്തി ശാരദേച്ചിയെ കൂട്ടി അടുത്തുള്ള ക്ഷേത്രത്തിൽ വന്നത്. ചരട് കെട്ടി. അവൻ തന്നെയാണ് പേരിട്ടത്. മഴപ്പെണ്ണ്, വർഷാദേവൻ. കൈയോടെ ചോറും കൂടെ കൊടുത്തു. അപ്പോൾ തൊട്ട് മനസ്സിലൊരു സന്തോഷമില്ല. എന്തോ സംഭവിക്കാൻ പോകുന്ന പോലെ ഒരു തോന്നൽ. അവസാനം പരിപാടി കഴിഞ്ഞ് ഇറങ്ങും മുന്നെയാണ് ആ ഫോണും വന്നത്. ആ ഓട്ടമാണ് ഇന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. അപർണയുടെ ഹസ്ബൻഡ് വരൂ. അവൻ വർദ്ധിച്ച വിഷമത്തോടെയാണ് അവർക്കൊപ്പം പോയത്. അപർണയ്ക്ക് ഇൻറ്റേർണൽ ബ്ലീഡിങ് നന്നായിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല ഇനി. എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കയറി കാണാം. അവൻ ഭയന്നു പോയിരുന്നു. അപർണ ഈ ലോകത്ത് നിന്ന് പോകാൻ തുടങ്ങുകയാണ് എന്നു. അവനോടി. അവൾക്ക് മുന്നിൽ നിൽക്കുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. അപ്പു ഇടാ. അവൾ കണ്ണുകൾ വലിച്ചു തുറന്നു. അവനെ കണ്ട് കണ്ണുകളൊന്ന് നിറഞ്ഞു. പിന്നീട് ദേഷ്യം വന്നു. അത് വെറുപ്പായി. നിങ്ങളെപ്പോലൊരു ചതിയൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിച്ചു പോകുന്നതാണ്. എനിക്ക് കാണണ്ട നിങ്ങളെ. അവൻ നെഞ്ചു പൊട്ടിയാണത് കേട്ടു നിന്നത്. അവളുടെ BP കുറഞ്ഞ നിമിഷം. അവനെ പുറത്തേക്കാക്കി. ഡോക്ടർ വന്നിരുന്നു. എന്നിട്ടും അവർക്ക് അവളെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപർണ 1000 നോവ് മാത്രം ബാക്കിയാക്കി പോയി കഴിഞ്ഞിരുന്നു. അവൻ പൊട്ടിക്കരഞ്ഞു. ഏങ്ങി കരഞ്ഞു. ശ്രീ അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു. അവനൊരു താങ്ങ് വേണമെന്ന് ശ്രീക്ക് അറിയാമായിരുന്നു. 1000 ചോദ്യങ്ങൾ ബാക്കി വെച്ച്, 1000 പരിഭവങ്ങൾ ബാക്കി വെച്ച്. അവളില്ലാത്ത വീട്ടിലേക്ക് എഡ്വിൻ കുഞ്ഞിനെ എടുത്ത് കയറി വന്നു. അപ്പോൾ ദേവൻ പോകാൻ തീരുമാനിച്ചോ? ആ അങ്കിൾ. കൂടെ ദീപൻ വരുന്നുണ്ടോ? ഉണ്ട് അങ്കിൾ. അതെന്തിനാ ഏട്ടനെ കൊണ്ടുപോകുന്നേ? എന്നാൽ ഞാനും വരട്ടെ ദേവാ. ദീപ്തി ഒന്ന് ചിണുങ്ങി. കുഞ്ഞിനെ എടുക്കാൻ ഒരാൾ വേണ്ടേ? അതിനാടി കൊണ്ടുപോകുന്നേ. അപ്പോൾ ആർദ്ര പ്രഗ്നൻ്റ് ആയിരുന്നോ? വിളിക്കാറുണ്ടായിരുന്നോ? ആ, ഡെലിവറി വരെ വിളിച്ചതാണ്. പിന്നെ ഞാനാണ് പറഞ്ഞേ, ഇനി 1 മാസം വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വന്നേക്കാം കൊണ്ടുപോരാനെന്ന്. ആണോ ദേവേട്ടാ? ആ. അവൾക്ക് സന്തോഷം തോന്നി. പക്ഷേ ദേവാ, പാർവതി അവളുടെ കുഞ്ഞോ? അതവളുടെ കാമുകൻ്റെ കുഞ്ഞാണ് ആൻറ്റി. അതാരാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അത് ശരി, അങ്ങനെയൊക്കെയുണ്ടോ? അതിൽ കൂടുതലുണ്ട് ആൻറ്റി. ആൻറ്റിക്ക് അറിയാമോ, എനിക്ക് ഇനി കുഞ്ഞുങ്ങളുണ്ടാകില്ല എന്നാ ഇത്ര നാളും ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞത്. അവളോ അവളുടെ കുഞ്ഞിന് ഇക്കണ്ട സ്വത്ത് മുഴുവൻ സ്വന്തം എന്ന് പറഞ്ഞ് നടപ്പാ. ആർദ്രയിൽ എനിക്കൊരു കുഞ്ഞുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ചിലപ്പോൾ അവരാ കുഞ്ഞിനെ കൊന്നുകളയും. അതുകൊണ്ടാ ഇത്ര നാളും ആരോടും പറയാതെ കൊണ്ടു നടന്നത്. അത് നന്നായി ദേവാ. അവരെവിടെയുണ്ടെന്ന് അറിയാമോ? അറിയാം അങ്കിൾ. ദേവാ, ഞാൻ റെഡി, പോകാം. അപ്പോഴേക്കും റെഡിയായി വന്ന ദീപനെ കാണെ അവൻ പുഞ്ചിരിയോടെ എഴുന്നേറ്റു. എന്നാ പോയിട്ട് വരാം അങ്കിൾ. ശരി മക്കളെ, നന്നായി വരട്ടെ എല്ലാവരും. ഇത്രയും വേഗം അവരെ കൊണ്ടുപോരാൻ പറ്റട്ടെ. താങ്ക്സ് അങ്കിൾ, ആൻറ്റി, ദീപ്തി. എല്ലാവരോടും യാത്ര പറഞ്ഞ് അവൻ ഇറങ്ങി. തൻ്റെ ജീവനെയും ജീവൻ്റെ ജീവനെയും തിരികെ കൊണ്ടുവരാൻ. ആ യാത്രയിൽ ഉടനീളം ദീപൻ ചിന്തയിലായിരുന്നു. തനിക്ക് പോലും അറിയില്ല അവൾ എവിടെയാണെന്ന്. താനും സ്വാർത്ഥനായി പോയിരുന്നു. എന്നാലും ആർദ്ര
അവൾ ഇപ്പോഴും ദേവനുമായി കോണ്ടാക്റ്റ് ഉണ്ടെന്ന് തന്നെ വലിയൊരു അറിവാണ്. സന്തോഷം, സമാധാനം. പക്ഷേ ഇവൻ്റെ ഈ സന്തോഷം കാണുമ്പോൾ ഭയം തോന്നുന്നു. ഒരു പക്ഷേ അവിടെ പോയിട്ട് അവരെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എങ്കിലോ? എങ്കിൽ തീർന്നു ഞാൻ. ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു സുഹൃത്ത് മാത്രം. അപ്പു, അപ്പു. ഭ്രാന്തെടുത്ത പോലെ അവൻ ആ റൂമിലെ സാധനങ്ങൾ വലിച്ചെറിഞ്ഞു. അപർണയില്ലാതെ എങ്ങനെയാണ് എഡ്വിൻ ജീവിക്കാൻ കഴിയുന്നത്? പക്ഷേ ആ അവസാന നിമിഷത്തിൽ അവൾ പറഞ്ഞത്, നിങ്ങളെപ്പോലെ ഒരു ചതിയൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിനേക്കാൾ നല്ലത് ഞാൻ മരിച്ചു പോകുന്നതാണ്. എനിക്ക് കാണണ്ട നിങ്ങളെ. അതങ്ങനെ ചെവിയിൽ വന്നടിച്ചു. അതിൻ്റെ അർത്ഥം അവനപ്പോൾ അറിയില്ലായിരുന്നു. അവൾ പോയി 3-ാം നാൾ ആരും തുറക്കാത്ത ആ മുറി തുറന്നു കിടക്കുന്നത് കണ്ടാണ് എഡ്വിൻ അകത്തേക്ക് കയറിയത്. വലിച്ചു വാരിയിട്ട സാധനങ്ങൾ, അതിനിടയിൽ പൊട്ടിച്ചിതറി കിടക്കുന്ന പാർവതിയും താനുമായുള്ള ഫോട്ടോ. അപ്പോൾ മാത്രമാണ് അപർണയുടെ നോവിൻ്റെ ആഴം അവൻ അറിയാൻ കഴിഞ്ഞതുപോലും. എല്ലാം പറയാൻ കാത്തിരുന്നതാണ് താൻ. ഡെലിവറി ഒന്ന് കഴിയട്ടെ എന്ന് കരുതി. അവൾ അല്പം വീക്കായതുകൊണ്ട് ഈ സമയത്ത് ടെൻഷനാകണ്ട എന്ന് കരുതി. കഴിഞ്ഞു പോയൊരു പാസ്റ്റ് തനിക്കുണ്ടെന്നും അതിൻ്റെ തെളിവുകൾ അവൾക്ക് മുന്നിൽ തന്നെ വെച്ച് നശിപ്പിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എങ്ങനെയാണ് താൻ പറയാതെ അവൾ ഇതറിഞ്ഞത്? അമ്മ പറഞ്ഞത് പ്രകാരം വന്നത് പള്ളിയിലെ അച്ഛനൊന്നുമായിരുന്നില്ല. അതൊരു പക്ഷേ അവനായിരിക്കും വിഹാൻ. തൻ്റെ ജീവിതം തകർത്ത് കളഞ്ഞത് അവനല്ലാതെ മറ്റാരും ആയിരിക്കില്ല എന്നവന് ഒരു നിമിഷം തോന്നിയിരുന്നു. ആർദ്രയോടെങ്കിലും സത്യം പറയണമെന്ന് തോന്നി. അതിനാണ് ഇത്ര ദിവസം കാത്തിരുന്നത്. അവൾക്കരികിലേക്ക് എത്തുമ്പോൾ അവളും തന്നെ വെറുത്തേക്കാമെന്നവന് തോന്നിയിരുന്നു. ആർദ്ര. എന്താ സാർ? എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. എന്താ സാർ? അവൾ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി അവന് മുന്നിലേക്ക് വന്ന് നിന്നു. അവൻ എന്താണ് പറയാൻ പോകുന്നത് എന്നവൾക്ക് ഭയമുണ്ടായിരുന്നുവെങ്കിലും പുറത്തേക്ക് കാണിച്ചില്ല. എന്നാൽ അടുത്ത നിമിഷം അവളെ ഞെട്ടിച്ചുകൊണ്ട് ആ കാൽക്കീഴിലേക്ക് എഡ്വിൻ വീണിരുന്നു. ആർദ്ര, എന്നോട് ക്ഷമിക്കടി. അന്ന് വിഹാൻ പറഞ്ഞത് എല്ലാം ശരിയാണ്. പാർവതി, അവൾ എൻ്റെ ആരുമല്ല ഇപ്പോൾ. പക്ഷേ അവളായിരുന്നു എൻ്റെ കാമുകി. നിന്റെ ദേവനാണ് അവളെ കെട്ടാൻ പോകുന്നത് എന്ന് എനിക്കറിയാമായിരുന്നു. മനഃപൂർവ്വമാണ് നിന്നെ ഞാൻ അവൻ്റെ അടുത്ത് നിന്ന് കൊണ്ടുവന്നത്. പക്ഷേ അറിഞ്ഞില്ല അവന് നിന്നെയായിരുന്നു ഇഷ്ടമെന്ന്. അറിഞ്ഞില്ല ഞാൻ. ആർദ്ര വിറച്ചു പോയിരുന്നു ആ വെളിപ്പെടുത്തലിൽ. അപർണ, അവളുടെ ഡെലിവറി കഴിഞ്ഞിട്ട് എല്ലാം തുറന്നു പറയണമെന്ന് കരുതിയാണ് ഞാൻ. പക്ഷേ അവൻ ഇടയ്ക്ക് വന്ന് അത് തകർത്ത് കളയുമെന്ന് ഓർത്തില്ല ഞാൻ ചെയ്ത തെറ്റ്. അതിനെ എൻ്റെ അപ്പൂനെ കൊണ്ടുപോകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ. അയ്യോ, മഹാപാപിയാണ് ഞാൻ. ഈ ലോകത്തെ ഏറ്റവും വലിയ പാപി. എനിക്കാണ് ജീവിക്കാൻ അർഹതയില്ലാത്തത്. പക്ഷേ ഈ വേദന കൂടെ ഞാൻ സഹിക്കണം. അതിനല്ലേ അവളെ കൊണ്ടുപോയത്. ഒന്നും സംസാരിക്കാൻ പോലുള്ള അവസരം കർത്താവ് എനിക്ക് നൽകിയില്ല ആർദ്ര മിണ്ടിയില്ല. അവളുടെ മനസ്സിൽ എഡ്വിൻ അത്രയ്ക്കും അധപ്പതിച്ച് കഴിഞ്ഞിരുന്നു. സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി ആരെയും ചതിക്കുന്ന, ആരോടും കള്ളം പറയുന്ന ഒരു സാധാരണ മനുഷ്യനായി മാറിയിരുന്നു. അവൾ അവൻ്റെ വാക്കുകൾ കേട്ടില്ല. അവൻ്റെ സങ്കടം അറിഞ്ഞില്ല. വാതിൽ അവന് മുന്നിൽ കൊട്ടിയടച്ച് കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും അടഞ്ഞ മുറിയിലേക്ക് വേദനയോടെ അവൻ നോക്കി. ഇതിലും വലുതായിരുന്നു പ്രതീക്ഷിച്ചത്. തൻ്റെ കരണം പുകഞ്ഞൊരു അടിയെങ്കിലും. എന്നാൽ പോലും ഇത്രയ്ക്ക് വേദന തോന്നില്ലായിരുന്നു. ഇതിപ്പോൾ ഒന്നും പറയാതെ മനസ്സിൻ്റെ കനം കൂട്ടിക്കൊണ്ട് അവളും. തൻ്റെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കുമെന്ന് അവൻ അറിയില്ലായിരുന്നു. ഒരു പക്ഷേ അപർണ ഉണ്ടായിരുന്നുവെങ്കിൽ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഒന്ന് പറഞ്ഞാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നിപ്പോയി അവന്. അത് സത്യമായിരുന്നു താനും. അവളോളം അവനെ മനസ്സിലാക്കാൻ വേറെ ആർക്കും കഴിയില്ല. പിണങ്ങിയാലും പരിഭവിച്ചാലും അവൻ്റെ നെഞ്ചോട് ചേർന്നാൽ തീരാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ ആ പിണക്കം. അത്രയും. എന്നിട്ടും 2 ദിവസമായി ആ കുഞ്ഞിനെ ഒന്ന് എടുക്കുകയോ നോക്കുകയോ ചെയ്തിട്ടില്ല ആർദ്ര. പക്ഷേ നിർത്താതെയുള്ള കുഞ്ഞിൻ്റെ കരച്ചിൽ. എഡ്വിൻ അവൻ്റെ കരച്ചിൽ മാറ്റാൻ പണി 18 നോക്കുന്നുണ്ട്. ലാക്ടോജൻ കൊടുത്തിട്ട് അവൻ കുടിക്കുന്നുമില്ല. ചെറിയൊരു ചൂടുണ്ട് എന്ന് ശാരദ ചേച്ചി പറഞ്ഞത് ഓർത്തു അവൻ. കുഞ്ഞിനെ പതിയെ ബെഡിൽ കിടത്തി ഒന്ന് പുതപ്പിച്ചു. തലയിണ 2 സൈഡിലും വെച്ച് എഴുന്നേറ്റു. ആ മുറിക്കരികിലേക്ക് പോകും തോറും കരച്ചിൽ കൂടുന്നുണ്ട് എന്ന് തോന്നി. അവൻ പതിയെ അകത്തേക്ക് നോക്കി. കരയല്ലേ ചക്കരെ, ഈ പാല് കുടിക്കടാ. അവൻ നിറഞ്ഞ കണ്ണുകൾ ഇടയ്ക്കിടയ്ക്ക് തുടക്കുന്നുണ്ട്. എന്തിനാ അപ്പു നീ പോയി? ഒന്ന് സംസാരിച്ചാൽ തീരാവുന്നതല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതിനുള്ള അവസരം പോലും തന്നില്ലല്ലോ മോളെ നീ.
അവൾ അകത്തേക്ക് കയറി ചെന്നു. ആർദ്ര, മോൻ കരച്ചിൽ നിർത്തുന്നില്ല. എൻ്റെ അപ്പു കരുതും ഞാൻ നോക്കാഞ്ഞിട്ടാണെന്ന്. നീ ഒന്ന് നോക്കടാ. അവനോട് മനസ്സിൽ തോന്നിയ ദേഷ്യം പതിയെ ഇല്ലാതായത് അവൾക്കറിയാൻ കഴിയുന്നുണ്ടായിരുന്നു. അവനു നേരെ കൈ നീട്ടി. അവൻ ഇന്നലെ തുടങ്ങിയ കരച്ചിലാടാ, നിർത്തുന്നില്ല. ആർദ്രയുടെ കണ്ണും നിറഞ്ഞൊഴുകിയിരുന്നു. കുഞ്ഞിനെ വാങ്ങി മാറോട് ചേർത്തു. അവൻ്റെ കരച്ചിൽ പതിയെ നിൽക്കുന്നതും ആർത്തിയോടെ എന്തോ തിരിയുന്നതും അവൾ അറിഞ്ഞു. സാറ് പൊക്കോ, അവന് പാല് കുടിക്കാനാണ്. ആർദ്ര, താൻ? അപർണ, ഞാൻ തന്നെയല്ലേ. അവൾ ഇവിടെ ഉണ്ടാകും. എന്തേ പാല് കൊടുക്കാത്തത് എന്ന് ചോദിക്കും. സാറ് പൊക്കോ. അവൻ വാതിലിൻ്റെ വെളിയിലിറങ്ങി. അവൾ പതിയെ അവന് ഫീഡ് ചെയ്തു. ആർത്തി പിടിച്ചുള്ള കുടി കണ്ടപ്പോൾ പാവം തോന്നിപ്പോയി. ഞാനുണ്ടടാ പൊന്നെ, വിഷമിക്കണ്ടാട്ടോ. അപ്പു, ഞാനുണ്ടടാ. എനിക്ക് 2 മക്കളാണ്, ഒരാണും ഒരു പെണ്ണും. അങ്ങനെ മതി, അങ്ങനെ മാത്രം മതി. അവൻ പതിയെ ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവനെ കിടത്തിയിട്ട് എണീക്കാനാഞ്ഞപ്പോൾ അവൻ്റെ ഇടം കൈ അവളുടെ വസ്ത്രത്തിൽ മുറുകിയിരുന്നു. എങ്ങാനും ഇട്ടിട്ട് പോയാലോ എന്ന് ഓർത്തിട്ടായിരിക്കും. അവൾ അവനെ വാരിയെടുത്ത് തൻ്റെ മുറിയിലേക്ക് നടന്നു. ഒരു 6 മാസം വരെ അവൻ എനിക്കൊപ്പം കിടന്നോട്ടെ സാർ. എൻ്റെ അപ്പുവിൻ്റെ കുഞ്ഞല്ലേ, ഞാൻ നോക്കിക്കോളാം. അവന് വേണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവനൊരു അമ്മയുടെ സാമീപ്യം കൊതിക്കുന്നുണ്ടാകുമെന്നത് അവനെ അതിൽ നിന്നും വലിച്ചു. സമാധാനത്തിൻ്റെ 6 ദിവസങ്ങൾക്കിപ്പുറം കുഞ്ഞിനെ മടിയിലിരുത്തി അവൻ ആർദ്രയെ നോക്കി. നമുക്ക് ഇവിടെ നിന്ന് പോയാൽ ആർദ്ര? എങ്ങോട്ടാ സാർ? അന്ന് ഹണിമൂൺ പോയപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ഒരു വീട് വെച്ച് താമസിക്കണമെന്ന അവൾക്ക്. ഒരു സർപ്രൈസ് കൊടുക്കാൻ അവിടെ ഒരു വീട് വാങ്ങിച്ചിട്ടിരുന്നു ഞാൻ. പക്ഷേ അവൾ പോകും എന്ന് കരുതിയില്ല. ഇവിടെ പറ്റുന്നില്ല എനിക്ക്. എവിടെ തിരിഞ്ഞാലും അവൾ മാത്രം. ഇനിയും അത് തുടർന്നാൽ എൻ്റെ കുഞ്ഞിന് പപ്പയും കൂടെ ഇല്ലാതെയാകും. അവളൊന്ന് ഭയന്നു. സാർ, നമുക്ക് പോകാം സാർ. എനിക്കും ഇവിടെ പറ്റുന്നില്ല. പക്ഷേ അപ്പൂൻ്റെ അച്ഛനും അമ്മയും, അവരെ കൂടെ കൊണ്ടുപോകാം. എൻ്റെ മോന് എല്ലാവരും വേണം, എല്ലാവരും. അവൻ കണ്ണൊന്ന് തുടച്ചിട്ട് ശാരദ ചേച്ചിയെ നോക്കി. ചേച്ചി പോരുന്നോ ഞങ്ങളുടെ കൂടെ? ഉണ്ടെന്ന് പറയാൻ അവർക്ക് അല്പം പോലും ചിന്തിക്കേണ്ടി വന്നില്ല. പക്ഷേ സാർ, കമ്പനിയൊക്കെ, അതെല്ലാം ഞാൻ ഉപേക്ഷിക്കുകയാണ്. വേണ്ട സാർ, അപർണയ്ക്കത് ഇഷ്ടാവില്ല. 3 വർഷം ഞാൻ ആ ഗ്യാപ്പ് എടുക്കട്ടേടോ. അത് കഴിഞ്ഞ് തിരിച്ചു വരാം. ഇതുപോലെ തിരിച്ചു വരാൻ പറ്റുമോ സാർ? ഇതിലും ശക്തമായി തിരിച്ചു വരും ഞാൻ. എന്നിട്ട് എനിക്ക് അവനെ ഒന്ന് കാണണം. എന്നിട്ടേ ഞാൻ അവനെ കാണൂ. അത് വിഹാൻ്റെ കാര്യമാണെന്ന് അവൾക്ക് 2 പേർക്കും പറയാതെ തന്നെ മനസ്സിലായി കഴിഞ്ഞിരുന്നു. അപർണയ്ക്ക് അപകടം സംഭവിക്കാൻ ഒരു വലിയ കാരണം അവനാണെന്ന് അവർക്കും അറിയാവുന്ന ഒന്നാണ്. 3 ആളെ മനസ്സിലും അവനോടുള്ള പക ആളിക്കത്തി. തിരിച്ചു വരണം. പക്ഷേ അതിലൊന്നും ജയദേവൻ എന്ന പേരുണ്ടായിരുന്നില്ല. ജയദേവനെ മറന്നു എന്നല്ല, മറക്കാൻ ഈ ജന്മം അവൾക്ക് കഴിയുകയുമില്ല. പക്ഷേ ഇപ്പോൾ ആ പേരിന് അവളുടെ നോവിനോളം ആഴമുണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം. ഫ്ലൈറ്റ് ഇറങ്ങിയപ്പോൾ തൊട്ട് ഹൃദയം മിടിക്കുന്നുണ്ട്. അവളെ ഒന്ന് കാണാൻ. അതിനുവേണ്ടി മാത്രമാണ് ഈ വരവ്. അവരോടൊപ്പം ഒന്നിച്ചൊരു ജീവിതം ജീവിക്കാൻ ചിലപ്പോൾ വീട്ടിലാരും സമ്മതിച്ചില്ല എന്ന് വരും. പാർവതി ഒരു ചോദ്യചിഹ്നമായി നിൽക്കും. പക്ഷേ അതൊന്നും തൻ്റെ ജീവിതത്തോളമോ ജീവനോളമോ വരില്ല. ഒത്തിരി സന്തോഷത്തോടെയാണ് അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങിയത്. പക്ഷേ അടഞ്ഞു കിടന്ന ED ഗ്രൂപ്പ് കണ്ട് നെഞ്ചൊന്നാളി. അവൻ ദീപനെ നോക്കി. നിരാശ നിറഞ്ഞ മുഖത്ത് ആ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ദേവാ, എവിടെ പോയി അവര്? ഈ കമ്പനി അത് പൂട്ടിയ കാര്യം ഞാൻ അറിഞ്ഞില്ല ദേവാ. അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അവർക്ക് അടുത്തേക്ക് വന്നു. എന്താ സാർ, ഈ കമ്പനി ഇപ്പോൾ പൂട്ടിയിട്ട് 1 മാസം കഴിഞ്ഞു. എല്ലാവർക്കും വേറെ കമ്പനിയിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. എന്നിട്ടാ പൂട്ടിയത്. പക്ഷേ എന്താ പെട്ടെന്ന്? മേഡം പെട്ടെന്ന് മരിച്ചപ്പോൾ എഡ്വിൻ സാറിനെ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. ദേവൻ ഒന്ന് ഉലഞ്ഞു പോയിരുന്നു. മേഡം മരിച്ചു എന്നോ? എൻ്റെ ആരു ഇത്ര ദിവസം വിളിച്ചിട്ട് എടുക്കാതെ ഇരുന്ന ഫോൺ അവളെക്കുറിച്ചോർത്തു വേദനിച്ചാണ് ഓടി വന്നത്. പക്ഷേ അറിഞ്ഞില്ലല്ലോ ഇങ്ങനെ. അവൾ ഈ ലോകത്തില്ലെന്ന്. അപ്പോൾ അവരുടെ കുഞ്ഞിനെയും കൊണ്ടാണ് സാറ് പോയത്. ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ലെന്ന് പറഞ്ഞു. ദീപ, ദേവൻ കുഴഞ്ഞു പോയിരുന്നു. ദേവാ, വരട്ടെ, നമുക്ക് വീടും കൂടി ഒന്ന് കണ്ടുവരാം. എന്നിട്ട് തളർന്നാൽ പോരേടാ. എടാ എൻ്റെ ആർദ്ര,
അവളില്ലാതെ എൻ്റെ മോള് നീ വന്നേ. അവനെ കൊണ്ടുപോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പോലും ദീപന് അറിയില്ലായിരുന്നു. അവൻ്റെ വീട് എത്തും വരെ ഒരല്പം പ്രതീക്ഷയുണ്ടായിരുന്നത് താഴേക്ക് വീണു ഉടഞ്ഞു പോയിരുന്നു. 1 മാസം മുന്നേ അവർ ഇവിടം വിട്ടു. എവിടെയാണെന്നറിയില്ല. സെക്യൂരിറ്റി പറഞ്ഞത് കേട്ട് ദേവൻ എന്ത് വേണമെന്നറിയാതെ നിന്നു. ആർദ്ര അറിഞ്ഞോ അറിയാതെയോ പറയാതെ വെച്ച ഒരു രഹസ്യം. അപർണ. അങ്ങനെ ഒരാളെ അറിവില്ലാത്തിടത്തോളം ജയദേവന് മുന്നിൽ ആർദ്ര ഇന്ന് ഈ ഭൂമിയിൽ അവസാനിച്ചു പോയ ഒരു ആത്മാവ് മാത്രമാണ്. തൻ്റെ ജീവൻ അവസാനിച്ചു എന്നറിഞ്ഞ നിമിഷത്തിൽ നിന്ന് തൻ്റെ രക്തത്തെ തേടിയുള്ള ഒരു യാത്ര. ഇത്രയും നാൾ കാത്തിരുന്നിട്ട് അവൾ പോയെന്ന്. എന്നെ വിട്ട്, ഈ ലോകം വിട്ട്, തൻ്റെ സ്വപ്നങ്ങൾ, തൻ്റെ ആഗ്രഹങ്ങൾ എല്ലാം പാർവതി എന്ന ഒരൊറ്റ പേരിൽ മുങ്ങിപ്പോയി എന്ന് തോന്നിയിരുന്നു അവന്. എൻ്റെ മോള് ദീപ, എൻ്റെ മോളെയെങ്കിലും എനിക്ക് വേണം ദീപ, ഇല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകുംടാ. ഒരു മറുപടി പോലും പറയാനില്ലാതെ നിന്നവൻ ദേവനെ ചേർത്ത് നിർത്തി. എത്ര അലഞ്ഞാലാണ് ഇനി അവൻ്റെ രക്തത്തെ കണ്ടുപിടിക്കുക എന്നറിയില്ല. ഒരാളെ കണ്ടുപിടിക്കാൻ എളുപ്പമാണ്, പക്ഷേ മനഃപൂർവ്വം ഒളിച്ചിരിക്കുന്ന ഒരാളെ